ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ആശങ്കാകുലരാണ് നഗരവാസികൾ. സമാധാനപരമായ ഹർത്താലിലും പ്രകടനത്തിലും ഒതുങ്ങുമായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയം. എന്നാൽ അക്രമങ്ങളെ തുടർന്ന് ഹർത്താലുകൾ ആവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സ്വൈരജീവിതം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. ഇനി പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്. മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. CPM അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിൽ BJP BMS ഹർത്താൽ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. അങ്ങിങ്ങ് അക്രമ സംഭവങ്ങൾ. LDF ഹർത്താലിൽ അക്രമം. BMS ഓഫീസിന്റെ ചുറ്റുമതിൽ തകർത്തു. മൂന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തികഞ്ഞ പരാജയമെന്ന് AICC ജനറൽ സെക്രട്ടറി BK ഹരിപ്രസാദ്. വാർത്തകൾ വിശദമായി. CPM അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച BJP ഹർത്താൽ. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണം ദുരൂഹമെന്ന് BJP. സമഗ്ര അന്വേഷണം നടത്തി അന്തർനാടകങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും BJP ജില്ലാ അധ്യക്ഷൻ P. ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. കോഴിക്കോട്ടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട BJPക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ പങ്കില്ലെന്ന് BJP ജില്ലാ അധ്യക്ഷൻ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ആക്രമണം ദുരൂഹമാണ്. പോലീസ് സമഗ്രാന്വേഷണത്തിലൂടെ ഇതിന് പിന്നിലെ അന്തർനാടകങ്ങൾ പുറത്തു കൊണ്ടുവരണം. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. CPMന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടതായി പരാതിപ്പെടുകയും വളരെ ദുരൂഹമായ അതിൻ്റെ ആ സംഭവ വികാസങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോ ഭാരതീയ ജനതാ പാർട്ടിക്കോ പരിവാർ പ്രസ്ഥാനത്തിനോ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്നും അത് ദുരൂഹമായ ചില നടപടികൾ അതിന് പുറകിലുണ്ട് എന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. പുലർച്ചെ 1:30 മണിക്ക് ഫാറൂഖ് സന്ദർശിച്ച് തിരിച്ചെത്തിയെന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. അസമയത്തെ സന്ദർശനം എന്തിനാണെന്ന് CPM മറുപടി പറയണമെന്നും ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. പരസ്പര വിരുദ്ധമായാണ് CPM ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നത്. അതിനാൽ ആക്രമണം നാടകമോ എന്ന് സംശയിക്കുന്നുവെന്നും BJPയും RSSും ആരോപിച്ചു. ജില്ലയിൽ BJPക്കും സംഘപരിവാർ പ്രവർത്തകർക്കും നേരെ നടത്തുന്ന അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസ് CPM പക്ഷം ചേരുകയാണ്. മോഹനൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷമാണ് അക്രമ സംഭവങ്ങൾ കൂടിയതെന്നും BJP കുറ്റപ്പെടുത്തി. പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി അദ്ദേഹം ചുമതലയിലേറ്റതിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ അക്രമങ്ങൾ കണ്ണൂർ ജില്ലയെ കവച്ചു വെക്കുന്ന രൂപത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പുലർച്ചെ 1:30 മണിക്കാണ് അദ്ദേഹം ആഫീസിലെത്തിയതായിട്ട് പറയുന്നത്. ഫറൂഖിലെ ആഫീസിന്റെ അക്രമം കണ്ടതിന് ശേഷം കോഴിക്കോട്ടേക്ക് വന്ന അദ്ദേഹം എത്ര ദൂരമുണ്ട് ഫറൂഖ് ടു കോഴിക്കോട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം പാതിര നേരത്തെ ഏത് പശ്ചാത്തലത്തിലാണ് ഫറൂഖ് സന്ദർശിക്കാൻ ഇടയായത് എന്ന സാഹചര്യം അദ്ദേഹം വിശദീകരിക്കണം. CPM അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് BJP ശനിയാഴ്ച ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. ജിതേന്ദ്രൻ, RSS വിഭാഗ് കാര്യവാഹക് ബാലകൃഷ്ണൻ മാസ്റ്റർ, RSS സേവാ പ്രമുഖ് പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട്ട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെ ബോംബേറ്. വെള്ളിയാഴ്ച പുലർച്ചെ 1:10 സംഭവം. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി.
CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നേരെയാണ് ബോംബാക്രമണം നടന്നത്. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:10 CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ CH കണാരൻ സ്മാരക മന്ദിരത്തിലെത്തിയ സെക്രട്ടറിക്ക് നേരെ ബോംബേർ ഉണ്ടായത്. കാറിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടക്കവേ പിറകിലൂടെ വന്ന 6ഓളം വരുന്ന അക്രമി സംഘം ബോംബെറിയുകയായിരുന്നു. സ്റ്റീൽ ബോംബുകളിലൊന്ന് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടി, മറ്റൊന്ന് ഓഫീസ് മുറ്റത്തു നിന്ന് കണ്ടെത്തി. രാത്രി ഫറൂഖ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമമറിഞ്ഞ് അവിടെ പോയി തിരിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറുന്നതിനിടെയാണ് സെക്രട്ടറിക്ക് നേരെ അക്രമികൾ പിന്നിൽ നിന്ന് ബോംബെറിഞ്ഞത്. AKG ഹാളിന് പിറകുവശത്തൂടെയുള്ള ഇടവഴിയിലൂടെയാണ് അക്രമികൾ ഓഫീസ് പരിസരത്തെത്തിയത്. അക്രമികൾ പി മോഹനന്റെ കാറിനെ പിന്തുടർന്നു വരികയായിരുന്നു. പി മോഹനൻ വരുന്നതും കാത്ത് പാർട്ടി പ്രവർത്തകർ ഓഫീസിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഓഫീസിലുണ്ടായ പ്രവർത്തകർ ഓടി വരുമ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു. താനടക്കമുള്ള പ്രവർത്തകരെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ബാരിക്കേഡ് കെട്ടി. ബോംബിന്റെ ചീളുകൾ തെറിച്ച് ഓഫീസിന് കേടുപാടും സംഭവിച്ചു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തി. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇരുചക്ര വാഹനങ്ങളും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളുമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സർവീസ് നടത്തി. ദീർഘദൂര യാത്രക്കാർക്ക് പോലീസ് അകമ്പടിയേകി. ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ മിഠായിത്തെരുവ്, വലിയങ്ങാടി, പാളയം, മാവൂർ റോഡ് എന്നിവിടങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹോട്ടലുകളും തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. അക്രമ സാധ്യത മുന്നിൽ കണ്ട് നഗരത്തിൽ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ദീർഘദൂര യാത്രക്കാർക്ക് പോലീസ് വാഹനങ്ങളിൽ യാത്രാ സംവിധാനമൊരുക്കി. പാർട്ടി ഓഫീസിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ ഹർത്താൽ നടത്തിയ LDF നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുതലക്കുളം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ലിങ്ക് റോഡ് പരിസരത്ത് സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ, A പ്രദീപ് കുമാർ MLA, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, LDF നേതാക്കളായ K ലോഹ്യ, CP ഹമീദ്, EK വിജയൻ MLA, മുക്ക മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത് എന്നിട്ട് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കണം. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ധീരമായ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് ജനങ്ങൾ നമ്മുടെ പക്ഷത്തുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. രാജ്യത്തെമ്പാടുമുള്ള എല്ലാ മതക്കാരും വിഭാഗക്കാരുമായ മതനിരപേക്ഷവാദികളായ കോടിക്കണക്കായ ജനതയുടെ പിൻബലം നമുക്കുണ്ട്. നമ്മുടെ കരുത്ത് അതാണ്. നമുക്ക് എന്തെങ്കിലും BJPയുടെ ഇതിന് അതേ നിലയിൽ തിരിച്ചടിക്കാനോ എന്നുള്ള കരുത്തില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നാം സമാധാനവാദികളാണ്. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന്, ജനങ്ങളോടൊപ്പം നിന്ന് ഇതിനെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രകോപനത്തിന് നാം വഴങ്ങിക്കൂടാ. അത് അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന് അവർക്ക് അത് വളമേകും. അതിന് ഒരിക്കലും സഹായകരമായൊരു നിലപാട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. LDF ഹർത്താലിനിടെ BMS ഓഫീസിന് നേരെ അക്രമം. 100ഓളം വരുന്ന ഹർത്താൽ അനുകൂലികൾ പോലീസിനെ സാക്ഷിയാക്കിയാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് BMS നേതൃത്വം ആരോപിച്ചു. ചുറ്റുമതിൽ, ബാത്റൂം, കിണർ, ജനൽ എന്നിവയെല്ലാം നശിപ്പിച്ചു. വെള്ളിയാഴ്ച LDF ഹർത്താലിനിടെ പ്രകടനം നടത്തിയ 100ഓളം വരുന്ന പ്രവർത്തകരാണ് ലിങ്ക് റോഡിലെ BMS ഓഫീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്ന് BMS നേതൃത്വം പറഞ്ഞു. 11 മണിയോടെയായിരുന്നു സംഭവം. ഓഫീസിന്റെ മതിൽ തകർത്ത് അകത്ത് കയറിയവർ അടുക്കള, ബാത്റൂം എന്നിവ അടിച്ചു തകർത്തു. ജനൽച്ചിലുകൾ കല്ലെറിഞ്ഞു തകർത്തു. വാട്ടർ ടാങ്കും തകർത്തിട്ടുണ്ട്. ബാത്റൂം തകർത്ത് ക്ലോസറ്റുകളടക്കമുള്ളവ കിണറിൽ നിക്ഷേപിച്ചു. മെയ് 31 ഉദ്ഘാടനം കഴിഞ്ഞ ഓഫീസിന് നേരെയായിരുന്നു ഈ അക്രമം. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രേഡ് യൂണിയൻ ഓഫീസുകൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവാറില്ല. എന്നാൽ ഇത് തികച്ചും ആസൂത്രിതമായിരുന്നുവെന്ന് BMS സംസ്ഥാന സെക്രട്ടറി P ശശിധരൻ പറഞ്ഞു. നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സമയത്തൊന്നും തന്നെ ട്രേഡ് യൂണിയൻ ഓഫീസിന് നേരെ അക്രമം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് തികച്ചും ആസൂത്രിതമായ രീതിയിലാണ് പ്രകടനമായി വരികയും ആ പ്രകടനത്തിന് ഒരു വിഭാഗം ആളുകൾ അത് പ്രത്യേക തയ്യാറെടുപ്പോടു കൂടി തന്നെ വന്നിട്ടാണ് ഇത് തകർത്തിരിക്കുന്നത്. ഒരു പ്രത്യേക തയ്യാറെടുപ്പില്ലാതെ കെട്ടിടം ഈ രീതിയിൽ തകർക്കാൻ സാധിക്കില്ല. അത്തരം സാധന സാമഗ്രികളുടെ കയ്യിലില്ലാതെ തകർക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് തകർത്തിരിക്കുന്നത്. ലിങ്ക് റോഡിൽ തന്നെയുള്ള കുരുക്ഷേത്ര ബുക്സ്, ABVP ജില്ലാ കമ്മിറ്റി ഓഫീസ്, മസ്തൂർ ഭാരതി ഓഫീസ് എന്നിവർക്കു നേരെയും കല്ലേറുണ്ടായി. ഓഫീസുകളുടെ ജനൽ ചില്ലുകളും വാതിൽ ചില്ലുകളും തകർന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് BMSഉം ശനിയാഴ്ച ജില്ലാ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side.
its so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Chemanur International Jewelers. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചർ എങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ CPM ഹർത്താലിനിടെ വിവിധയിടങ്ങളിൽ അക്രമം നടന്നു. പ്രവർത്തകരുടെ പ്രകടനത്തിനിടയിൽ മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ CPM പ്രഖ്യാപിച്ച ഹർത്താലിനിടയിൽ വിവിധ സ്ഥലങ്ങളിൽ സംഘർഷം നടന്നു. പ്രകടനത്തിനിടയിൽ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. പ്രകടനത്തിന്റെ മറവിൽ BMS ജില്ലാ ഓഫീസ് തല്ലി തകർക്കുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ A സനീഷിന്റെ ക്യാമറ തല്ലി തകർത്തു. കേരളഭൂഷണ ഫോട്ടോഗ്രാഫർ ശ്രീജേഷിനെ മർദ്ദിച്ച് ക്യാമറയിലെ മെമ്മറി കാർഡ് എടുത്തുകൊണ്ടുപോയി. മാധ്യമ ഫോട്ടോഗ്രാഫർ അഭിജിത്തിനെയും പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. പ്രകടനക്കാർ ഓട്ടോ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്ന പടമെടുത്തതാണ് പ്രകോപനമായത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേറുണ്ടായത്. ജില്ലാ സെക്രട്ടറി P മോഹനൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഹർത്താലിൽ നിന്നും വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെട്രോൾ പമ്പുകൾ തുറക്കാത്തത് ജനങ്ങളെ ഏറെ വലച്ചു. സിവിൽ സപ്ലൈസിന്റെ പാവമണി റോഡിലെ പെട്രോൾ പമ്പ് മാത്രമാണ് തുറന്നത്. കഴിഞ്ഞ 3 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം തികഞ്ഞ പരാജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി BK ഹരിപ്രസാദ്. പാഴ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷത്തെ നരേന്ദ്രമോദി ഭരണം തികഞ്ഞ പരാജയമാണെന്ന് AICC ജനറൽ സെക്രട്ടറി BK ഹരിപ്രസാദ് പറഞ്ഞു. നിരവധി പാഴ് വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലും NDA സർക്കാരിന്റെ ഭരണം മൂലം നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കണക്കുകൾ നോക്കുമ്പോൾ ഒരു മേഖലയിലും പുരോഗതിയോ നേട്ടങ്ങളോ കൈവരിച്ചിട്ടില്ല. വർഷത്തിൽ 2 കോടി യുവജനങ്ങൾക്ക് ജോലി നൽകാമെന്ന വാഗ്ദാനം പാഴ്വാക്കായി. വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിലും നല്ല നയങ്ങൾ പോലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേശീയ തലത്തിൽ അക്രമ സംഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. സ്ത്രീ സുരക്ഷ തീർത്തും പരാജയപ്പെട്ടു. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും തിരോധാനങ്ങൾ വർദ്ധിക്കുന്നു. ദളിത്, ട്രൈബൽ, മൈനോറിറ്റി വിഭാഗങ്ങളോടുള്ള പീഡനങ്ങൾ നാട്ടിൽ വ്യാപകമാകുന്നു. അരാജകത്വവും വിവേചനവും മോദി ഭരണത്തിൽ നടമാടുകയാണ്. യോഗയ്ക്കും ഡാൻസിനും സമയം കണ്ടെത്തുന്ന മോദിക്ക് രാജ്യത്തെ കർഷകരെക്കുറിച്ച് സംസാരിക്കാൻ പോലും സമയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതെല്ലാം സമൂഹത്തിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കും ക്ഷേമത്തിനും മോദി സർക്കാരിന് താല്പര്യമില്ല എന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. Employment for almost 2 crores youngsters in a year, and they ridiculed the program which we had launched, UPA 1 and 2 had launched, that is Mahatma Gandhi National Rural Employment Guarantee Scheme. And you all know that he had called it as a monumental blunder on this Manrega. But after came to power, they realized that without Manrega. വാർത്താ സമ്മേളനത്തിൽ MK രാഘവൻ MP, PM സുരേഷ് ബാബു, P ശങ്കരൻ, KC അബു, T സിദ്ദിഖ് എന്നിവരും പങ്കെടുത്തു. അമിത്ഷായുടെ സന്ദർശന ശേഷം മതേതര കക്ഷികൾക്കെതിരെ RSSും BJPയും നടത്തുന്ന അക്രമങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി. ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു.
കേരളത്തിലെ പ്രബുദ്ധരായുള്ള ജനങ്ങൾ ഇവിടെ BJPക്ക് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം വന്നുകൊണ്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ട് സംസ്ഥാനത്ത് CPMനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ മതേതര കക്ഷികൾക്കെതിരെയും ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. എന്ത് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ പോയതിനു ശേഷം സംഭവിച്ചിട്ടുള്ള ഈ സംഭവം അത്യന്തം ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കണം. മതേതര കക്ഷികൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് വരണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPക്ക് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് ജില്ലയിൽ തീർത്തും ആശങ്ക പരത്തുന്ന വാർത്തയാണ് CPM ജില്ലാ സെക്രട്ടറിക്ക് നേരെയുണ്ടായ ആക്രമണമെന്നും മതസൗഹാർദ്ദവും സ്നേഹവും നിലനിൽക്കുന്നിടത്ത് അതില്ലാതാക്കാൻ വേണ്ടിയുള്ള RSSന്റെയും BJPയുടെയും ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും SDPA ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ആക്രമിച്ചതിന് സമാനമായാണ് ഇവിടെയും ആക്രമണം നടന്നത്. തീൻമേശയിലേക്കും എഴുത്തിലേക്കും നീങ്ങുന്ന ഫാസിസത്തിന് എതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആക്രമിക്കപ്പെട്ട CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുപോയതിന്റെ ജാള്യത മറയ്ക്കാനും വേണ്ടിയാണ് RSSും BJPയും അക്രമങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് വനം വകുപ്പ് മന്ത്രി K. രാജു CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആക്രമണത്തിനിരയായ ജില്ലാ സെക്രട്ടറി P. മോഹനനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ആലോചിച്ചുറച്ച് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഇപ്പോഴത്തെ ഈ കശാപ്പ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങൾക്കാകെ അതിൽ വലിയ പ്രതിഷേധമാണുള്ളത്. രാജ്യത്തൊട്ടാകെയും പ്രത്യേകിച്ച് കേരളത്തിലും. അതിനു വേണ്ടിയിട്ട് ഇന്നലെ നിയമസഭ പ്രത്യേകമായി കൂടിയിരുന്നു. നിയമസഭയിൽ എല്ലാവരും യോജിച്ച ഒരു സമീപനമാണ്, BJPയുടെ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും യോജിച്ച സമീപനമാണ് സ്വീകരിച്ചത്. ആ സമീപനം ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന സമീപനമാണ്. എന്നാൽ ആ ജനങ്ങൾ അംഗീകരിക്കുന്ന സമീപനങ്ങൾ അത് ജനങ്ങളുടെ ഇടയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് പാർട്ടി ഓഫീസ് ആക്രമണത്തെയും മറ്റ് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനെയും ഞാൻ കാണുന്നത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയതിന് ഒരു ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. രാജ്യത്താകമാനം കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഐക്യമുള്ളിടത്ത് സമാധാനം തകർക്കുന്നതിനും വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമമെന്നും വനം വകുപ്പ് മന്ത്രി K. രാജു പറഞ്ഞു. പാർട്ടി ആസ്ഥാനത്തേക്ക് നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം സംഭവം ഉണ്ടാകില്ലെന്ന ധാരണ ഉള്ളപ്പോൾ തന്നെ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനാണ് RSSും BJPയും ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടപ്പാക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ തീർത്തും അപലപനീയമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേരെയുണ്ടായ അക്രമം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അക്രമമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണിശമായിട്ട് എല്ലാ ജനാധിപത്യ ചിന്താഗതിക്കാരും പ്രതിഷേധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Jemanur International Jewelers. വാർത്തകൾ തുടരുന്നു. രാമനാട്ടുകരയിൽ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് മദ്യശാല വിരുദ്ധ ജനകീയ മുന്നണി ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാമനാട്ടുകരയിൽ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് വിദേശ മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടാൻ അടിയന്തര നടപടി വേണമെന്ന് മദ്യശാല വിരുദ്ധ ജനകീയ മുന്നണി ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടിയ ഔട്ട്ലെറ്റ് റോഡിന്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞാണ് വീണ്ടും തുറന്നതെന്ന് ജനകീയ മുന്നണി കൺവീനർ MP മോഹനൻ, MS ഷൈനി, MK മോഹൻദാസ് എന്നിവർ പറഞ്ഞു. മദ്യശാല പ്രവർത്തിക്കുന്നത് കാരണം പ്രദേശത്തെ ജനത്തിന്റെ സ്വൈര്യജീവിതം ഭീഷണിയിലാണ്. പാതയോരത്തെ നടവഴിയിലാണ് പലരും മദ്യപിക്കുന്നത്. ഇത് കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്.
ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മദ്യശാല പൂട്ടാൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ മുന്നണി നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ മദ്യശാല അവിടെ നിന്ന് മാറി. അതിൽ ഞങ്ങൾക്ക് 25 വീട്ടുകാർക്കുള്ള വഴി, അതും ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള ഒരു വഴിയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ മദ്യം കുടിക്കുന്നതും അവർ വസ്ത്രമില്ലാണ്ട് കിടക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന സ്ഥലം ഒക്കെയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മാറിക്കിട്ടണം. നഗരത്തിൽ മാത്രമല്ല പ്രാന്തപ്രദേശങ്ങളിലും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഫറൂഖ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി. ചെറുവണ്ണൂരിൽ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനവും തകർക്കപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് ചെറുവണ്ണൂരിലെ CPIM ഫറൂഖ് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ഒരു സംഘം ആളുകളെത്തി ഓഫീസിന് നേരെ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ജനച്ചില്ലുകളും ഫർണിച്ചറുകളും തകർന്നു. സംഭവ സമയം ഏരിയ സെക്രട്ടറി M. ഗിരീഷ് സ്ഥലത്തുണ്ടായിരുന്നു. ഹർത്താൽ ദിനത്തിൽ ചെറുവണ്ണൂർ ഫറൂഖ് കൊളത്ര മേഖലയിൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറുവണ്ണൂർ ശ്രാമ്പിയിൽ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിന് നേരെയും ആക്രമണം നടന്നു. ബസ് സ്റ്റോപ്പുകളും തകർക്കപ്പെട്ടു. സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തുവെന്ന് കള്ളപ്രചരണം നടത്തി CPM കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തന്നെ ആരും കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് യെച്ചൂരി തന്നെ പറഞ്ഞിട്ടും CPM കള്ളം ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കലാപങ്ങളെല്ലാം നടത്തിയതെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടും. സീതാറാം യെച്ചൂരി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് നേരെ ആരും ആക്രമിച്ചിട്ടില്ല. ഞാൻ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ 2 ഹിന്ദു സേനാ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹിന്ദു സേനാ പ്രവർത്തകർ എന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യുകയോ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അക്രമം നടത്തിയിട്ടില്ല എന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. സീതാറാം യെച്ചൂരിയെ കയ്യേറ്റം ചെയ്തുവെന്ന് കള്ളപ്രചാരണം നടത്തി CPM കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കോഴിക്കോട് പറഞ്ഞു. തന്നെ ആരും കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് യെച്ചൂരി തന്നെ പറഞ്ഞിട്ടും CPM കള്ളം ആവർത്തിക്കുകയാണ്. കേരളത്തിലെത്തിയ LK അദ്വാനിയെ പോലീസ് സ്റ്റേഷനിലിരുത്തി സംസ്ഥാന സർക്കാർ അപമാനിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, LK അദ്വാനിയെ പിണറായി വിജയന്റെ സർക്കാർ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഒരു മുൻ ഉപപ്രധാനമന്ത്രിയോട് അനാദരവല്ലേ സംസ്ഥാന സർക്കാർ കാട്ടിയത്? ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടല്ലേ ഇരുത്തിയത്? കർഷക പ്രക്ഷോഭം നടക്കുന്ന മധ്യപ്രദേശിലെ മാൻസോർ സന്ദർശിച്ച രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. DCC പ്രസിഡന്റ് T. സിദ്ദിഖ് നേതൃത്വം നൽകി. കർഷക പ്രക്ഷോഭം നടക്കുന്ന മധ്യപ്രദേശിലെ മാൻസോർ സന്ദർശിച്ച AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. DCC പ്രസിഡന്റ് T. സിദ്ദിഖ് നേതൃത്വം നൽകി. എന്നീ രാജ്യത്ത് മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങിയവർ, അത് പ്രതീക്ഷയോടുകൂടി വോട്ട് നൽകിയതായിരിക്കുന്ന കർഷകർക്ക് അവർക്ക് അച്ചാദിനല്ല, അവർക്ക് അവരുടെ ജഡം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ നാണം കെട്ട ഭരണകൂടമായി നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. കർഷകന്റെ ജഡത്തിന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന പുക ഈ രാജ്യത്ത് ഉയരുമ്പോ, അതുപോലെ ഈ രാജ്യത്ത് ദളിതന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിത്വം ഉയരുമ്പോ, രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെയും മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളായ ആരുടെ രക്തം വമിക്കപ്പെടുമ്പോ, ഇന്ത്യ രാജ്യത്ത് സമാധാനത്തിനും മോചനത്തിനും വേണ്ടി ജനത അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയാണ്. KC സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, KP ബാബു, KV സുബ്രഹ്മണ്യൻ, നിജേഷ് അരവിന്ദ്, EM ജയപ്രകാശ്, ബേപ്പൂർ രാധാകൃഷ്ണൻ, SK അബൂബക്കർ, ഷെറിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിൽ BJP BMS ഹർത്താൽ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. അങ്ങിങ്ങ് അക്രമ സംഭവങ്ങൾ.
LDF ഹർത്താലിൽ അക്രമം, BMS ഓഫീസിന്റെ ചുറ്റുമതിൽ തകർത്തു. മൂന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തികഞ്ഞ പരാജയമെന്ന് AICC ജനറൽ സെക്രട്ടറി BK ഹരിപ്രസാദ്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.